ലോകത്തിലെ ഏറ്റവും രഹസ്യകരമായ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ പലരും ഒറ്റ പേരാണ് പറയുക, നോർത്ത് കൊറിയ. ഈ രാജ്യം പല കാര്യങ്ങളിലും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ ജനങ്ങളുടെ ജീവിതം മുതൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ വരെ എല്ലാ സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് അവർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകത്തിലെ പലരും ഉപയോഗിക്കുന്നത് വിൻഡോസോ ആപ്പിളോ പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. പക്ഷേ ഉത്തര കൊറിയയിൽ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അവിടെ സർക്കാർ തന്നെ നിർമ്മിച്ച ഒരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ റെഡ് സ്റ്റാർ OS ആണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ സിസ്റ്റം വളരെ സാധാരണമായതുപോലെയാണ് തോന്നുക. ചിലർക്കിത് മാക് OSനോട് വളരെ സാമ്യമുള്ളതായി തോന്നും. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു ലോകമാണ്. ഇത് വെറും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല, ജനങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഉപകരണവും കൂടിയാണ്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതയാണ് ഡിജിറ്റൽ വാട്ടർ മാർക്കിംഗ്. സാധാരണയായി നാം ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് ഫയലുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ അതിനെക്കുറിച്ച് ആരും അറിയില്ല. എന്നാൽ റെഡ് സ്റ്റാർ OS ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു USB കണക്ട് ചെയ്താൽ അതിലുള്ള എല്ലാ ഫയലുകളും സിസ്റ്റം ഒരു പ്രത്യേക അടയാളം ചേർക്കും. ഈ അടയാളം വെറും ഒരു മാർക്ക് മാത്രമല്ല, അത് ആ കമ്പ്യൂട്ടറിന്റെ സീരിയൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു ഫയൽ എവിടെ നിന്നാണ് വന്നത്, ആരുടെ കൈവശം പോയി എന്നതെല്ലാം സർക്കാരിന് കണ്ടെത്താൻ കഴിയും. സിനിമകളും പാട്ടുകളും പോലുള്ള കാര്യങ്ങൾ രഹസ്യമായി പങ്കിടുന്നവരെ കണ്ടെത്താൻ ഇതൊരു ശക്തമായ മാർഗമാണ്. ഇതോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ നീക്കം ചെയ്യാനുള്ള അധികാരവുമുണ്ട്. സർക്കാർ അപകടകാരി എന്ന് കരുതപ്പെടുന്ന ഏതൊരു ഫയലും ഉപയോഗിക്കുന്നതിന് അറിയാതെ തന്നെ സിസ്റ്റം ഡിലീറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന ഒരു ഫയൽ പോലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകും. സാധാരണയായി നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ആന്റിവൈറസ് അല്ലെങ്കിൽ ഫയർവാൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. പക്ഷേ റെഡ് സ്റ്റാർ OSൽ അത് സാധ്യമല്ല. ഉപയോക്താവ് സുരക്ഷാ സംവിധാനങ്ങൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ സിസ്റ്റം അത് ഉടൻ തിരിച്ചറിയും. പിന്നെ കമ്പ്യൂട്ടർ സ്വയം റീസ്റ്റാർട്ട് ചെയ്യും. അതായത് സർക്കാർ ഒരുക്കിയ സുരക്ഷാ ചട്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യം കാണാം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലിനക്സ് എന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റമാണ്. ലോകത്ത് സ്വതന്ത്രവും തുടർന്ന സാങ്കേതിക വിദ്യയും പ്രതിനിധീകരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ലിനക്സ്. പക്ഷേ അതുപയോഗിച്ചാണ് ജനങ്ങളുടെ സ്വാതന്ത്ര്യവും നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ആന്റിവൈറസിനും ഒരു വിചിത്ര പേരുണ്ട്. അതിലെ ഒരു പ്രധാന ഫയലിന്റെ പേര് സ്നോ എന്നർത്ഥമുള്ള ഒരു കൊറിയൻ വാക്കാണ്. എല്ലാം മറച്ചുവെക്കുന്ന ഒന്നിന് ഇതിലും യോജിച്ച പേരില്ല എന്ന് ചില ഗവേഷകർ തമാശയായി പറയുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറും വ്യത്യസ്തമാണ്. നേനര ബ്രൗസർ എന്ന പേരിലുള്ള ബ്രൗസറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യം എന്നാണ്. ഇത് സാധാരണ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനല്ല, മറിച്ച് ഉത്തര കൊറിയയുടെ സ്വന്തം നെറ്റ്വർക്ക് ഉപയോഗിക്കാനാണ്. ലോകം മുഴുവനും ഉപയോഗിക്കുന്ന തുറന്ന ഇന്റർനെറ്റിന് പകരം അവിടെ ക്യാങ് മിയോങ് എന്ന ആഭ്യന്തര നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്നത് സർക്കാർ അംഗീകരിച്ച വെബ്സൈറ്റുകൾ മാത്രം. പുറം ലോകത്തെ വിവരങ്ങൾ ഇവിടെ വളരെ കുറവാണ്. സെർച്ച് എഞ്ചിനുകളും അവർക്കുണ്ട്, പക്ഷെ അവയും സർക്കാർ നിയന്ത്രണത്തിലാണ്. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മുഴുവനും ഫിൽട്ടർ ചെയ്തവയാണ്. ഓഫീസ് ജോലികൾക്കായി സോങ്യാങ് ഓഫീസ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഓപ്പൺ ഓഫീസ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. എന്നാൽ ഇതും സർക്കാരിന്റെ ആവശ്യങ്ങളനുസരിച്ച് മാറ്റിയതാണ്. വിനോദത്തിനായി ചില ഓഡിയോ വീഡിയോ പ്ലെയറുകളും ഗെയിമുകളും ഈ സിസ്റ്റത്തിൽ ലഭ്യമാണ്. പക്ഷെ അവയും സർക്കാർ അംഗീകരിച്ചവ മാത്രമാണ്. പുറത്തുനിന്നുള്ള സിനിമകളോ ഗെയിമുകളോ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ മുഴുവൻ സംവിധാനത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഉത്തര കൊറിയയിലെ ജനങ്ങളെ പൂർണ്ണമായും അവരുടെ സ്വന്തം നെറ്റ്വർക്കിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുക. പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരമാവധി കുറയ്ക്കുക. അതോടൊപ്പം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുക. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, അവിടെ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നത് വെറും ഒരു ഉപകരണം വാങ്ങുന്നതല്ല, അത് സർക്കാരിന് നിങ്ങളെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്നത് പോലെയാണ്. പുറത്തുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ അതിശയകരമായിരിക്കും. കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ടെക്നോളജി കൂടുതലും സ്വതന്ത്രത്തെയും സ്വകാര്യത്തെയും മുൻനിർത്തിയാണ്. എന്നാൽ ഉത്തര കൊറിയയിൽ അതിന്റെ വിപരീതമാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൗതുകം കൊണ്ടോ പരീക്ഷണത്തിനോ സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സുരക്ഷിതമല്ല. ഇതിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും നിങ്ങളുടെ ഡേറ്റയ്ക്ക് അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നത് രാജ്യങ്ങളനുസരിച്ച് മാറുന്നു എന്നതിന് ഇതൊരു ശക്തമായ ഉദാഹരണമാണ്. ഒരേ സാങ്കേതിക വിദ്യ ഒരിടത്ത് സ്വതന്ത്രമായി നിൽക്കുമ്പോൾ മറ്റിടത്ത് അത് നിയന്ത്രണത്തിനുള്ള ഉപകരണമാകാം. ഉത്തര കൊറിയയിലെ റെഡ് സ്റ്റാർ OS ഒരു സാധാരണ സോഫ്റ്റ്വെയർ അല്ല, അതൊരു സിസ്റ്റമാണ്, ഒരു നിയന്ത്രണ ഉപാധിയാണ്, ഒരു നിരീക്ഷണ കണ്ണാണ്. അവിടെ ടെക്നോളജി മനുഷ്യർക്കായി പ്രവർത്തിക്കുന്നില്ല, മറിച്ച് മനുഷ്യരെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.